പോയിട്ട് അസ്ഥിക്ക് തേയ്മാനമായിരുന്നു. ഒത്തിരി ചികിത്സയും കാര്യം ചെയ്തു ത്തില്ലായിരുന്നു. വർഷം കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ വെള്ളക്കേറ്റ വേദന മാറി. പിന്നെ അതുപോലെ തന്നെ ചങ്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശ്വാസം മണിന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോകുന്ന പോലെ അടിയൻ്റെ ചങ്കിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോയി. അതായത് 10 വർഷമായിട്ട് മുട്ടിന് തേയ്മാനമായിരുന്നു പറഞ്ഞത്. ശരീരം മൊത്തം തേയ്മാനമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബുദ്ധിമുട്ട്? എന്തായിരുന്നു? വേദനയായിരുന്നു? കാലിന് വേദന ഉണ്ടായിരുന്നു. വേദന, പിന്നെ നടുവിന് വേദന എല്ലാം ഉണ്ടായിരുന്നു. അതായത് ദേഹത്ത് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു പല ഭാഗത്ത്. തേയ്മാനമുണ്ട്, കാലിനും എല്ലാം വേദന, മൊത്തത്തിൽ ശരീരം വേദന. പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? പ്രാർത്ഥിച്ചപ്പോ ചങ്ങിന്റെ അകത്തുനിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങി പോകുന്ന പോലെ തോന്നി. കാലിന്റെ വെള്ളയ്ക്കകത്ത് വേദനയും മാറി. കാലിന്റെ ഉപ്പൂറ്റിക്ക് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു, അതും വേദന കുറഞ്ഞു. ഇപ്പൊ അത് വേദന കുറഞ്ഞെന്നാണോ മാറിയെന്നാണോ? മാറി. ഒന്ന് ചവിട്ടി നോക്കിക്കേ, വേദനയില്ല. അങ്ങനെ പറയണം. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ, ചെക്ക് ചെയ്തോണം. സൗകര്യം പറയണം 10 വർഷമായിട്ട് നടുവിന് എങ്ങനെയുണ്ട് ഇപ്പം? വേദന ഇല്ല. കണ്ടോ ഡോക്ടർ? നടുവിനും മുട്ടിനും തേയ്മാനം ഉണ്ടായിരുന്നു, കാലിലൊരു മുഴയുണ്ടായിരുന്നു, നേരത്തെ ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സ്പർശനമുണ്ടായി, നെഞ്ചത്തുനിന്നൊരു ഭാരം ഇറങ്ങിപ്പോൾ. അതാണ് രോഗശക്തി. രോഗശക്തികൾ, പൈശാചിക ശക്തികൾ ദേഹത്തു നിന്ന് വിട്ടുപോകുന്നതിൻ്റെ സൈനാണ് ഈ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ സൗകര്യം പറയുകയാണ്, ആ ഭാരം ഒഴിഞ്ഞു പോയതോടെ ചെക്ക് ചെയ്തപ്പോൾ വേദനയില്ല, ബാക്കിൽ വേദനയില്ല, കാലിൽ ഇപ്പം വേദനയില്ല, ശരീരത്തിലെ ശ്വാസം മുട്ടൽ. ഇപ്പം മനസ്സിലായോ? രോഗമല്ല കാരണം.